പ്രൈസ് ദി ലോർഡ്. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിവിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Praise and thank the Lord for this wonderful time. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവചനം ദൈവദാസനിലൂടെ നാം കേൾക്കുവാനിടയായി തീർന്നു. We've been hearing wonderful words from our dear pastor. രണ്ട് ഭാഗമാണ് ഇന്ന് പകൽക്കാലം ചിന്തിക്കുവാനിടയായി തീർന്നത്. We thought about two different things today. ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് രക്ഷ കർത്താവിൽ നിന്ന് നമുക്ക് ലഭ്യമായിരിക്കണം എന്നുള്ളതാണ്. First thing that we heard is that we need salvation from the God. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ദൈവത്തിന്റെ കരുണ, കൈൻഡ്നെസ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണെന്ന് പറയുവാനിടയായി. And the second thing is the Lord's unfailing love. Praise the Lord. അങ്ങനെ ഈ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാഗം നമുക്ക് കേൾക്കുവാനിടയായി തീർന്നു. We've been hearing a wonderful message from him. നമുക്ക് ഹല്ലേലൂയ സ്തോത്രം ജീവിതത്തിൽ ആവശ്യമായ ദൈവികമായ പ്രവൃത്തികൾ എങ്ങനെ അനുഭവിക്കണമെന്ന് വ്യക്തമായ ദൈവദാസനിലൂടെ കേൾക്കുവാനിടയായി തീർന്നു. We've been hearing how we can experience the goodness of God that we require in our lives. ദൈവദാസൻ പറയുവാനിടയായി തോന്നുന്നു നമുക്ക് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നു എന്നുള്ളതിനേക്കാളും നമുക്ക് വ്യക്തിപരമായി നാം ദൈവത്തോട് ബന്ധമുണ്ടായിരിക്കണം. More than all of us just praying, we need to have a personal relationship with God. That's what pastor was talking about. അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്തയാണ് ദൈവദാസൻ പറയാനിടയായി തീർന്നത്. It's a very good thought that God spoke through. ഇന്ന് പലരുടെയും പ്രശ്നം എന്ന് പറയുന്നത് Today a lot of problems, one of the problems people face is എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു പാസ്റ്റർ ഉണ്ടെന്നുള്ള ചിന്തയുണ്ട്. the thought that there is a pastor to pray for me. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു മാതാപിതാക്കൾ ഉണ്ടെന്നുള്ള ചിന്തയുണ്ട്. The thought that there is parents that will pray for me. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സഭയുണ്ട്. അങ്ങനെ പല വ്യക്തികൾ, പല ദൈവദാസന്മാർ, ദൈവദാസിമാരൊക്കെ ഉണ്ടെന്നുള്ള ചിന്ത നമ്മെ ഭരിക്കുന്നുണ്ട്. And when that thought rules us, the thought that there are other people to pray for me rules us. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന പകൽ ദൈവദാസൻ പറഞ്ഞ ചിന്ത നമ്മളെ ഭരിക്കട്ടെ. ആ ഒരു ചിന്ത എന്നെ വളരെ സ്പർശിക്കാനിടയായി തീർന്നു. വ്യക്തിപരമായി നാം ദൈവത്തോട് ബന്ധമുണ്ടായിരിക്കണം. But what the thought that needs to rule us is that the thought about personal relationship with God. നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ഒരുപാട് പേരുണ്ട്. There's a lot of people to pray for our topics. നമ്മുടെ ദൈവദാസന്മാരുണ്ട്, പ്രവാചകന്മാരുണ്ട്, പ്രവാചകിമാരുണ്ട്, നമ്മുടെ കൂടെയുള്ളവരുണ്ട്, സഹോദരങ്ങൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും we've got pastors, we've got friends and family who pray for our prayer requests. കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം വ്യക്തിപരമായി ദൈവത്തോട് അടുക്കണം എന്നുള്ളതാണ്. The Lord requires us that we have a personal relationship with him. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ സഭ പഠിപ്പിക്കുന്ന കാര്യവും അത് തന്നെയാണ്, വ്യക്തിപരമായി നാം ദൈവത്തോട് അടുക്കണം. That's what the church wants to teach us today as well, that we need to be close to God personally. Praise the Lord. Hallelujah. 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 എനിക്കറിയാവുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു സഹോദരനുണ്ട്. There is a brother that I know. ആ ബ്രദറിന് ഒരു വലിയ അനുഗ്രഹിക്കപ്പെട്ട ഒരു കമ്പനി ദൈവം കൊടുക്കുവാനിടയായി തീർന്നു. The brother is been given a wonderful company. എനിക്ക് തോന്നുന്നു ഏകദേശം 20 കോടി മേളിൽ വലിയൊരു പ്രോജക്റ്റ് ആണ് അദ്ദേഹത്തിന്റെ വലിയ കമ്പനി എന്ന് പറയുന്നത്. His company is almost worth about 20 crores. അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ ദൈവം അവർക്ക് ആ കമ്പനി നൽകുവാനിടയായി തീർന്നു. The Lord has blessed him with a wonderful company. ഞാൻ ചിന്തിക്കുന്നു അതിനകത്ത് അനേകം വ്യക്തികളെ പ്രാർത്ഥിക്കുവാൻ, നിരന്തരമായി പ്രാർത്ഥിക്കാൻ കമ്പനിക്കകത്ത് വെച്ചു. Hallelujah. And he appointed few people to pray in that company. ഹല്ലേലൂയ. നിരന്തരമായി അനേകം ദൈവദാസന്മാരെ വിളിച്ചു പ്രാർത്ഥിപ്പിക്കുന്നു. Hallelujah. And he's been calling multiple pastors to come and pray for the company. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് വ്യക്തിപരമായി യാതൊരു ബന്ധവും ദൈവവുമായിട്ടില്ല. Hallelujah. But the person or the brother that I know did not have a personal relationship. ഞാൻ ഇന്ന് പകൽക്കാലം ഞാൻ പറയുന്നു, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി ആരൊക്കെ പ്രാർത്ഥിക്കാനുണ്ടെന്ന് പറഞ്ഞാലും, സഭ ഉണ്ടെന്ന് പറഞ്ഞാലും, എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാലും, but whoever we say is there to pray for us, നാം വ്യക്തിപരമായി നാം ദൈവത്തോട് അടുക്കുന്നവരായിരിക്കണം. we need to be the one who needs to be close to the Lord. ദൈവദാസൻ ഇന്ന് പകൽക്കാലം പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ പ്രത്യക്ഷമല്ലാത്ത അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ ചില സംഭവങ്ങൾ സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. Hallelujah. What the pastor said today, like the pastor said today, there are things that will happen in our life without us knowing. Praise the Lord. Hallelujah. ഒരു അപ്രതീക്ഷിതമായി നമുക്ക് ജീവിതത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കുന്നു. Like a surprise that things will happen in our life. അവിടെയും നമുക്ക് നിൽക്കണമെങ്കിൽ വ്യക്തിപരമായി നാം ദൈവത്തോട് ബന്ധമുണ്ടായിരിക്കണം. To stand in the midst of all of that, we need to have a personal relationship with God. Praise the Lord. എന്നെ സ്പർശിച്ച ഒരു ദൈവഭാഗങ്ങളാണ്, ആ ഭാഗങ്ങളാണ് ഞാൻ അല്പനേരം ചിന്തിക്കുവാനിടയായി തീർന്നത്. I was thinking about the topics that the Lord talked to me personally. ദൈവദാസനെ പിന്നെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. Praise the Lord for the dear pastor again. അല്പനേരം ചിന്തയ്ക്കായിട്ട് വേദഭാഗം വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I'd like to read a verse from the Bible for a little
thought. റോമാലേഖനം 12-ാം അധ്യായം 2-ാം വാക്യത്തിലേക്ക് വരാം. റോമൻസ് ചാപ്റ്റർ 12 verse 2 please. Romans chapter 12 verse 2. When we move on to Romans chapter 12 verse 2, do not conform to the pattern of this world, but be transformed by the renewing of your mind. Then you will be able to test and approve what God's will is, His good, pleasing and perfect will. പ്രിയപ്പെട്ട ദൈവദാസൻ ഇന്ന് പ്രസംഗിച്ച അതേ വചനവുമായി ചേർന്ന് തന്നെ ഞാൻ ഇന്ന് പകൽക്കാലം ചിന്തിക്കുവാൻ ഞാൻ I ആഗ്രഹിക്കുന്നു. would like to think along the same lines that the dear pastor was thinking. ദൈവദാസൻ പ്രാരംഭമായി പറഞ്ഞ ഭാഗം വ്യക്തിപരമായി നാം ദൈവത്തോട് ബന്ധമുണ്ടായിരിക്കണം. What the pastor talked about was a personal relationship with God. എങ്ങനെ നമുക്ക് വ്യക്തിപരമായി ദൈവത്തോട് ബന്ധം പുലർത്തണമെന്ന് വേദപുസ്തകം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. And the word of the Lord teaches us exactly how we can have a personal relationship with God. പ്രാരംഭമായി പറഞ്ഞ അതേ വചനം ഞാൻ ഒന്നുകൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. I would like to repeat the same words. നമുക്ക് വേണ്ടി പലരും പ്രാർത്ഥിക്കാനുണ്ടായിരിക്കാം. There will be a lot of people to pray for us. നിശ്ചയമായിട്ടും അതൊരു വലിയൊരു ബ്ലെസ്സിംഗ് ആണ്. And it is a blessing for us to have a lot of people to pray for us. നിങ്ങൾ രോഗികളായാൽ ദൈവദാസന്മാരെ വിളിച്ചു വരുത്തി പ്രാർത്ഥിപ്പിക്കുന്ന ദൈവത്തിന്റെ വചനമുണ്ട്. Hallelujah, there is word that we should call pastors and pray, make them pray for us when we are sick. അതുമാത്രമല്ല നമ്മൾ ഏത് വിഷയങ്ങളും പരസ്പര സഭ ഒന്നടങ്കമായി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കാണുവാനിടയായി തീരും. And God will work miracles when we pray in unity as a church. പക്ഷേ അതിനേക്കാളും കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന നാം വ്യക്തിപരമായി നാം ദൈവത്തോട് ബന്ധമുണ്ടായിരിക്കണം. More than all of that, the Lord desires us to have a personal relationship with Him. അതുമായിട്ട് ഏറ്റവും അധികം അല്ലെങ്കിൽ ഒരു താരതമ്യേനുള്ള ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു ഭാഗമാണ് ഇന്ന് പകൽ ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. Hallelujah, I would like to think about something that's very similar to that topic. ദൈവത്തിന്റെ വചനം ഇങ്ങനെയാണ് പറയുന്നത്. The word of the Lord says like this. ഈ ലോകത്തിന് അനുരൂപമാകാതെ Do not conform to the pattern of this world. നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. Be transformed by the renewing of your mind. നമ്മുടെ മനസ്സ് എന്നുള്ള വിഷയമാണ് ഇന്ന് പകൽ ചിന്തിക്കാൻ I would ആഗ്രഹിക്കുന്നത്. like to think about the topic is mind. മനസ്സെന്ന് പറയുന്നത് What mind means is ദൈവവുമായിട്ട് വളരെ ബന്ധമുള്ള കാര്യമാണ്. it is something that's very close to God. വ്യക്തിപരമായി നാം ദൈവത്തോട് അടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ If you desire to have a personal relationship നമ്മുടെ with God, ശരീരത്തിലൂടെ ബന്ധപ്പെടാൻ വേണ്ടി പറ്റത്തില്ല. we cannot connect to Him with our body. നമ്മുടെ മനസ്സിലൂടെ മാത്രമേ കർത്താവുമായി ബന്ധപ്പെടാൻ We can പറ്റത്തുള്ളൂ. only connect to Him with our mind. ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. I'd like to say one more thing. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും എന്ന് പറയുന്നത് Everything that happens in our life, ആദ്യം സംഭവിക്കുന്ന മുറിവേക്ക് നമ്മുടെ മനസ്സിലാണ്. the first part that touches it is അതുകൊണ്ടാണ് ആ മനസ്സിനകത്ത് ദൈവ സാന്നിധ്യം നിറഞ്ഞിരിക്കുന്നത്. and because of that, the Lord's presence is filled in the mind. ഞാനൊരു യേശു കർത്താവിന്റെ ചരിത്രം പറഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് വരാൻ I would ആഗ്രഹിക്കുന്നു. like to say a history of Jesus before I come യേശു to it. കർത്താവ് ഒരിക്കൽ ശിഷ്യന്മാരുമായി ഒരു തടാകത്തുനിന്ന് മറുകരയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. When Jesus was going from one lake to another, അവിടെ കോളിളക്കങ്ങളും അവിടെ വിവിധമായ പ്രശ്നങ്ങളും പ്രതിക്ഷോഭങ്ങളും സംഭവിക്കുവാനിടയായി. and in that river there was a lot of trouble, there was a lot of wind and storm and everything. പക്ഷേ But യേശു കർത്താവ് ഉറങ്ങുകയായിരുന്നു. but Jesus was sleeping in the boat. ഒരു കാര്യം ഓർക്കണം, We need to remember one thing. അവിടെ ഉറങ്ങുകയായിരുന്നു. He was sleeping in the boat. പക്ഷെ അവൻ എവിടെയാണ് ഉറങ്ങിയത്? Where was he sleeping? വേദപുസ്തകം പറയുന്ന അവൻ അമരത്തിൽ, ദ സെന്റർ ഓഫ് സ്തോത്രം, അമരത്തിൽ സ്തോത്രം യേശു കർത്താവ് ഉറങ്ങുകയായിരുന്നു എന്ന് He കാണുവാൻ was സാധിക്കും. sleeping in the center of the boat. അതിന്റെ അർത്ഥം എന്നാണെന്നറിയാമോ? ഈ അമരത്തിന്റെ പ്രത്യേകത എന്നാണെന്നറിയാമോ? You know what the speciality of the place where Jesus was sleeping? എന്താണ് അതിന്റെ പ്രത്യേകത എന്നറിയാമോ? ഒരു ബോട്ടിനെ സംബന്ധിച്ച്, ഒരു ബോട്ട് അല്ലെങ്കിൽ ഒരു കപ്പലിനെ, ചെറിയ കപ്പലിനെ സംബന്ധിച്ച്, ഒരു ബോട്ടിനെ സംബന്ധിച്ച് In respect to a boat, ഒത്തിരി കോളിളക്കങ്ങൾ സംഭവിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടുന്ന അനുഭവങ്ങൾ ഈ സമുദ്രത്തിലുണ്ട്. there will be a lot of difference in directions and storm and waves and stuff depending on the waves of the river. അതൊരു പ്രത്യേകമായ ഒരു സംഭവമല്ല. It's not something special. അന്നത്തെ സമയത്ത് അല്പം കൂടെ കൂടിയെന്നേ ഉള്ളൂ.
And on that day it was a little bit more vigorous. നമുക്കറിയാം നമ്മുടെ സമുദ്രത്തെ പറ്റി പഠിച്ചു കഴിഞ്ഞാൽ When we study about the sea, നമ്മൾ ഇവിടെ നിന്ന് കയറി കഴിഞ്ഞ ഒരു അല്പം വലിയ ചെറിയ ചെറിയ തിരമാലകളെ അറിയിക്കാം. hallelujah, what we see here are small waves. അല്പം കൂടെ കഴിയുമ്പോൾ വലിയ വലിയ തിര എന്ന് പറഞ്ഞാൽ കപ്പലിലൊക്കെ നിങ്ങളൊന്ന് നെറ്റിൽ സെർച്ച് ചെയ്താൽ മതി, ആ തിരയുടെ ആഘാതം വളരെ വലുതാണ്. Hallelujah, and when we go more deeper into the sea, the waves length goes bigger. ഇതൊരു നോർമൽ പ്രോസസിംഗ് ആണ്. It is a normal process. പക്ഷെ അന്ന് സംഭവിച്ചത് But on that day, നോർമൽ സംഭവമല്ലായിരുന്നു. it wasn't normal. പക്ഷെ ഒരു കാര്യം ഓർക്കണം, We need to remember one thing. യേശു കർത്താവ് കിടന്ന ഒരു സ്ഥലത്തിന്റെ പ്രത്യേകതയുണ്ട്. Hallelujah, there's a speciality where Jesus was sleeping. ഒരു ബോട്ടിനെ സംബന്ധിച്ച് Depending on a boat. ഒരു ബോട്ടോ അല്ലെങ്കിൽ കപ്പലിനെ സംബന്ധിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടുന്ന പല അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം. കാറ്റ് വരുമ്പോൾ, വിവിധമായ മഴകൾ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടുന്ന അനുഭവങ്ങൾ പലതും ഉണ്ടായിരിക്കാം. The ship or the boat will move when waves come or when the wind flows. പക്ഷേ But എന്തെങ്കിലും കാരണവശാൽ ആ കപ്പലിനോ അല്ലെങ്കിൽ ആ ബോട്ടിനോ വള്ളത്തിനോ ഒരു അപകടകരമായ പ്രശ്നം സംഭവിക്കുമ്പോൾ ആദ്യം പൊട്ടുന്നത് ഈ അമരമായിരിക്കും. hallelujah, because of some reason, the first part that breaks is the center of the boat. Praise the Lord. Hallelujah. അതാണ് ഈ അമരത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. That's what the speciality of this place. അവിടെയാണ് യേശു കർത്താവ് കിടക്കുവാനിടയായി തീർന്നത്. That's where Jesus was sleeping. മനസ്സിലായോ? Hallelujah, do you യേശു understand? കർത്താവ് ഉറങ്ങുകയായിരുന്നു. Jesus was sleeping. പക്ഷെ എന്തെങ്കിലും ഒരു ഒരു ഉടവ് സംഭവിച്ചാൽ And if there is a breakage of the boat, എന്റെ കർത്താവ് അറിയാതെ സംഭവിക്കത്തില്ല. it won't happen without Jesus knowing. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. ശിഷ്യന്മാരോട് ദൈവത്തിന്റെ ആത്മാവിന് പറയാനുള്ള ഒരു ദൂതുണ്ട്. Hallelujah, there is a message that God wants to say to നീ the ഈ disciples. ലോകത്തിൽ പോകുമ്പോൾ ഒത്തിരി പ്രതികൂലങ്ങൾ പ്രയാസം കൊണ്ട് കടന്നു പോകേണ്ടി You വരും. go through a lot of trials and temptations and problems in this life കാരണം നീ ജീവിക്കുന്നത് ഈ സമുദ്രത്തിലാണ്. because you're living in this sea. പക്ഷെ ഒരു കാര്യമുണ്ട്, But there is one thing, അതിനകത്തൊരു ഉടവ് സംഭവിക്കണമെങ്കിൽ, for a breakage to happen, ഒരു പ്രത്യേകമായ ജീവനെ വെല്ലുവിളിക്കുന്ന ഒരു സംഭവം സംഭവിക്കണമെങ്കിൽ, hallelujah, for something to happen that questions your life, ഞാൻ അറിയാതെ സംഭവിക്കത്തില്ല. it won't happen without me knowing. എന്റെ കർത്താവ് ആദ്യം എഴുന്നേൽക്കുവാനിടയായി തീരും. And Jesus will ഇന്ന് wake up പകൽക്കാലം first. ആത്മാർത്ഥ വിശ്വസിക്കുക, കർത്താവേ, Hallelujah, you need to trust in the Lord. എന്റെ today. ജീവിതത്തിൽ ദൈവാത്മാവ് ഈ വചനത്തിലൂടെ പറയാൻ ഒറ്റ കാര്യം എന്ന് പറയുന്നത്, One thing that Jesus wants to say through this ഈ word, ലോകത്തിൽ ജീവിക്കുമ്പോൾ ഒത്തിരി പ്രയാസങ്ങളുണ്ട്, when you live in this world, there's a lot of troubles and temptations. രോഗങ്ങളുണ്ട്, There's a lot of sickness. വിവിധമായ കടഭാരങ്ങളുണ്ട്, There's a lot of death, വിവിധമായ ജോലി പ്രശ്നങ്ങളുണ്ട്, problems in your work. നിലനിൽക്കുവാൻ കഴിയാത്ത പല പ്രശ്നങ്ങൾ And you have കാണുമായിരിക്കാം, problems that questions your ability to stand. ശാരീരികമായ പല ബുദ്ധിമുട്ടുകൾ Problems ഉണ്ടായിരിക്കാം, with your health. ജീവിതത്തിൽ പലവിധമാകുന്ന വിഷമത്തിലൂടെ കടന്നു പോയേക്കാം, Hallelujah, a lot of sadness in your life. സിയോസിന്റെ വിഷയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം, Problems with your COS. നിങ്ങളുടെ വിസാപരമായ വിഷയങ്ങൾ ഉണ്ടായിരിക്കാം, Problems in your visa. ഒത്തിരി വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. There'll be a lot of problems in your life. പക്ഷെ കർത്താവ് പറയുന്ന ഒറ്റ കാര്യമുണ്ട്, One thing that God നിന്റെ says, ജീവിതത്തിൽ ഒരു ഉടവ് സംഭവിച്ചാൽ for one breakage happened in your life, അത് ആദ്യം അറിയുന്നത് ഞാനാണ്. and the person to know it will be me. കാരണം എന്റെ കർത്താവ് നമ്മുടെ ഉടവ് സംഭവിക്കുന്ന ആ മനസ്സിനകത്ത് ദൈവ സാന്നിധ്യം വെളിപ്പെട്ടിരിക്കുന്നത്. Hallelujah, and the Lord lives or stays or lives where the breakage happens first. That is the mind. എത്ര പേർക്ക് പറയാൻ പറ്റും, കർത്താവേ, Hallelujah, how many എന്റെ people ജീവിതത്തിൽ say എത്ര today, പ്രശ്നങ്ങൾ how ഉണ്ടായിരുന്നാലും, many troubles happens in my കർത്താവേ, life. ഞാൻ ഉടഞ്ഞു പോകുവാൻ കർത്താവ് എന്നെ അനുവദിക്കത്തില്ല. Hallelujah, the Lord will not allow me to be കഴിഞ്ഞ broken. നാളുകൾ നമ്മെ തകർന്നു പോയ സാഹചര്യം ഒത്തിരി ഉണ്ടായിരുന്നു. Hallelujah, there have been times when I've been broken. ജീവിതത്തിൽ കർത്താവേ, എനിക്ക് മുൻപോട്ട് പോകുവാൻ പറ്റുമോ എന്ന് ചിന്തിച്ച സാഹചര്യം ഉണ്ടായിരുന്നു. Thoughts that where I won't be able to go forward. സകലതും അവസാനിച്ചിട്ട് ഇവിടെ ഒന്ന് പോകേണ്ട സാഹചര്യങ്ങൾ പലതും മുൻപിൽ ഉണ്ടായിരുന്നു. Situations when I thought about leaving everything and going back. ജാതികൾ നോക്കിയപ്പോൾ മരണതുല്യമായ അനുഭവത്തിനകത്ത് നിന്ന് എങ്ങനെ അതിനകത്ത് പുറത്തു വരുമെന്ന് വിചാരിച്ച പല സാഹചര്യം ഉണ്ടായിരുന്നു. The Gentiles looked at me and questioned my survival. അപകടകരമായ പലവിധമാകുന്ന അപകടങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നതാണ്. There's been a lot of troubles in my life, Lord. അതിലൊക്കെയും ജാതികൾ നോക്കിക്കൊണ്ടിരുന്ന അവരുടെ മരണം കാണുവാൻ ആഗ്രഹിച്ചപ്പോൾ, When people have been looking for my death, പലരും അതിന്ന് പുറത്തു വരത്തില്ലെന്ന് വിചാരിച്ച സാഹചര്യത്തിൽ when people thought that I won't come out of that trouble, ദൈവം പറയുന്നു, ആ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഈ 2021
2026 പ്രാരംഭം കാണുവാൻ സ്വർഗമിടയാക്കിയത്. Hallelujah. Because the presence of the Lord lives in our mind, that's why we were able to see the start of this year. Hallelujah. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം വിശ്വസിക്കണം, കർത്താവേ, ഈ 2026 തകരുവാൻ ഒരുപാട് ശത്രുവിന്റെ പദ്ധതി ഉണ്ടായിരുന്നാലും എന്റെ മനസ്സിൽ ദൈവ സാന്നിധ്യമുള്ളിടത്തോളം കാലം തകരുവാൻ ദൈവം അനുവദിക്കത്തില്ല. Hallelujah. Even though there's hallelujah, there's plans of devils to break me, oh Lord, because your presence lives in my mind, I won't be broken. Hallelujah. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ചിന്തകളെല്ലാം കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ചു Let's കൊടുക്കട്ടെ. present our mind and thoughts to the Lord. നമുക്കൊന്ന് പറയാമോ, കർത്താവേ, ആ മനസ്സിനകത്ത് ദൈവ സാന്നിധ്യം നിറയണമേ. Hallelujah, Lord, let your presence be filled in my mind. കർത്താവിന്റെ മനസ്സിനകത്ത് എന്നെ ഭാരപ്പെടുത്തുന്ന മനസ്സിനകത്ത് ദൈവ സാന്നിധ്യം നിറയണമേ. Hallelujah, Lord, fill your presence in my mind. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിന്റെ സാന്നിധ്യത്തിനായി സ്തോത്രം. Thank Lord for your presence. കർത്താവേ, ഇവിടെ ആയിരിക്കുന്ന ദൈവവചനം കേൾക്കുന്ന ഓരോ ഹൃദയത്തിനകത്തും മനസ്സിനകത്തും ഭാരപ്പെടുത്തുന്ന ഭാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറ്റിയ കൃപയ്ക്കായി സ്തോത്രം. Pray that every single wrong thought in every person's mind will be taken away, O Lord. കർത്താവ് ഒരു അത്ഭുതം പ്രവർത്തിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ. Hallelujah. I request that you work a miracle, O Lord. ആമേൻ, Amen. ആമേൻ, ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. ഇവിടെ വായിക്കുവാനിടയായി തീർന്നത്, What we've read today is, ദൈവത്തിന് മുൻപാകെ നമ്മുടെ മനസ്സിനെ പുതുക്കി രൂപാന്തരപ്പെടണം. hallelujah, it is to renew our minds in the presence of the Lord. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, മനസ്സിനാട്ട ദൈവവുമായിട്ടുള്ള ബന്ധം ഇരിക്കുന്നത്. Hallelujah. I said that our mind is what connects us നമ്മുടെ with the Lord. മനസ്സ് പുതുക്കണം. We need to renew our mind. എന്താണ് മനസ്സ് പുതുക്കേണ്ടത്? What does renewing our mind mean? എല്ലാവരും പറയുന്നു, നീ ആരാധിക്കണം, പ്രാർത്ഥിക്കണം, കണ്ണുനീരോടെ കരയണം, ഉപവസിക്കണം, ഇതൊക്കെ പറയുന്നുണ്ട്. A lot of people are saying you need to pray, fast, you need to cry and നിങ്ങൾ എന്ത് ചെയ്താലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ദൈവത്തെ ആരാധിച്ചാൽ മതി, പള്ളി വന്നാൽ മതി, ഇങ്ങനെയൊക്കെയുള്ള പലരും പ്രാർത്ഥിക്കുന്ന പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട്. all you need to do is come into the presence of the Lord and worship. പക്ഷെ കർത്താവ് പറയുന്ന ആദ്യ കാര്യം, മനസ്സിനകത്ത് കർത്താവുമായി ഒരു ബന്ധം സ്ഥാപിക്കാൻ ദൈവം But ആഗ്രഹിക്കുന്നു. the Lord here is saying that He wants you to transform and renew your mind and establish a relationship with Him in your mind first. നമ്മൾ ആര് വിശുദ്ധന്മാരല്ല, Look, we're not all holy people. കൃപയാൽ നാം നിൽക്കുന്നു. Hallelujah, we're standing because of His grace. നമ്മുടെ ജീവിതത്തിൽ പല പാപ സ്വഭാവങ്ങൾ, ജീവിത സാഹചര്യങ്ങൾ പലതും ഉണ്ടായേക്കാം. Hallelujah, in our lives there's been a lot of sin, there's been a lot of troubles and temptations in our life. പക്ഷേ But ദൈവത്തിനു വേണ്ടി ചില സ്റ്റെപ്പ് എടുത്തു വെച്ച് നമ്മുടെ മനസ്സിനകത്ത് ദൈവ സാന്നിധ്യം നിറയാൻ ആഗ്രഹിച്ചാൽ, hallelujah, if you desire to take a step forward and fill your minds with the presence of the Lord, നിശ്ചയമായിട്ടും നിങ്ങളെ പൂർണ്ണമാക്കുന്ന, പൂർണ്ണ വിശുദ്ധിയോട് നിർത്തുന്ന ഒരു ദൈവ സാന്നിധ്യം കൊണ്ട് നിങ്ങളെ നിറയുവാനിടയായി തീരും. hallelujah, and He will complete you in the holiness of the Lord. Praise the Lord. Hallelujah. Hallelujah. അങ്ങനെയാണെങ്കിൽ എന്താണ് മനസ്സ് പുതുക്കുക എന്നുള്ള വചനപ്രകാരം So ഉദ്ദേശിക്കുന്നത്? what does transforming or renewing your mind mean? ഞാൻ ഇതിനെപ്പറ്റി, മൈൻഡിനെ പറ്റി പഠിക്കുവാനിടയായി തീർന്നു. I did a study about mind. മനസ്സെന്ന് പറയുന്നത് എന്താണ് രൂപാന്തരപ്പെടുത്തേണ്ടതെന്ന് നമുക്കറിയത്തില്ല പലപ്പോഴും. Hallelujah, we sometimes doesn't understand what God means by നമ്മൾ renewing your പലപ്പോഴും mind. ചിന്തിക്കുന്നത് മനസ്സെന്ന് പറയുന്നത് യേശുവിന്റെ സാന്നിധ്യത്തിനായി പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമാണ്. Hallelujah, all we understand as a mind is to pray for the presence of the Lord. പക്ഷെ ഞാൻ ദൈവവചനത്തിൽ കൂടെ പോയപ്പോൾ അത് മാത്രമല്ല മനസ്സ് പുതുക്കേണ്ടത്. Hallelujah, when I went through the word of the Lord, that's not it. When we think ഞാൻ about ഞങ്ങളുടെ renewing. ദൈവസഭയോടുള്ള ബന്ധത്തിൽ ദൈവാത്മ പറയുന്നു, നമ്മളെല്ലാ പേരും ദൈവം ആഗ്രഹിക്കുന്ന മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. Hallelujah, and as a church I want each one of us to renew our mind and live accordingly. എന്താണ് മനസ്സെന്ന് പറയുന്നത്? What does mind mean? ഞാൻ അതിനെ ഒരു ഇംഗ്ലീഷിൽ നിർവചനം കണ്ടെത്തുവാനിടയായി തീർന്നു. Hallelujah, I understood ഒരു ഇംഗ്ലീഷിൽ അതിന്റെ ഒരു ഡെഫിനിഷൻ കണ്ടുപിടിക്കാനിടയായി തീർന്നു. I found a definition for it. The complex totality of the conscious and the unconscious, mental formia and compassing through feeling, preparation, memory, imagination, will എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ചിന്തകൾ, വികാരങ്ങൾ, ധാരണകൾ, ഓർമ്മ, ഭാവന, ഇച്ഛാശക്തി എന്നിവ ഉൾക്കൊള്ളുന്ന ബോധപൂർവവും അബോധ അവസ്ഥയുള്ളതുമായ മാനസിക പ്രതിഭാസ സങ്കീർണമായ ആകെ തുകയാണ് മനസ്സെന്ന്. എല്ലാവർക്കും ഒന്നും മനസ്സിലായില്ലെന്നറിയാം. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നത് മനസ്സിന്റെ നിർവചനം എന്താണെന്ന് ഞാൻ കണ്ടുപിടിച്ചപ്പോൾ, When I understood the actual definition for mind, മനസ്സെന്ന് പറയുന്നത് what mind means is, ഒന്നാമത്തത് ചിന്ത എന്നുള്ളതാണ്. first of all, it means thoughts. ഒന്നാമത്തത് ചിന്ത
ദൈവസന്നിധിയിൽ പുതുക്കപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നു. The Lord desires us to transform or renew our thought. രണ്ടാമത്തെ, നമ്മുടെ വികാരങ്ങൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അത് ഹല്ലേലൂയ സ്തോത്രം അത് പുതുക്കപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. The second thing is our feelings that God needs us to renew. മൂന്നാമത്തേത് ധാരണകൾ അല്ലെങ്കിൽ നമ്മുടെ അഭിമുഖങ്ങൾ, നമ്മുടെ ഹല്ലേലൂയ സ്തോത്രം അഭിമാനങ്ങൾ ഹല്ലേലൂയ സ്തോത്രം ധാരണകൾ, നമ്മുടെ ആവശ്യമില്ലാത്ത ചിന്തകൾ രൂപാന്തരപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നു. The third thing is perceptions, things that we think about other people. നാലാമത്തെ നമ്മുടെ ഓർമ്മയ്ക്കകത്തൊരു പുതുക്കം വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. The fourth thing is memory. അഞ്ചാമത്തെ കാര്യം നമ്മുടെ ഭാവന നമുക്കറിയാലോ, വരാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയുള്ള ചിന്താഗതിയിൽ ഒരു പുതുക്കം വരാൻ ദൈവം ആഗ്രഹിക്കുന്നു. And the fifth thing is imaginations. അടുത്തതെന്ന് പറഞ്ഞാൽ ഇച്ഛാശക്തി, നമുക്കുള്ള വിൽ പവർ, ഇച്ഛാശക്തിയിൽ ഒരു പുതുക്കം വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. And the sixth thing is our will. പ്രൈസ് ദി ലോർഡ്. ഈ ഇത്രയും കാര്യങ്ങളിൽ പുതുക്കപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നു. Hallelujah. And the Lord requires us to renew in all of these six things. കർത്താവുമായിട്ട് എനിക്കൊരു ബന്ധം സ്ഥാപിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, to establish a relationship with Jesus, ഇത്രയും കാര്യങ്ങൾ ദൈവസന്നിധി പുതുക്കപ്പെട്ടാൽ മാത്രമേ ദൈവവുമായി ബന്ധപ്പെടാൻ പറ്റത്തുള്ളൂ. You can only establish a relationship with God if you renew yourself in all നമുക്ക് ഓരോരോ കാര്യങ്ങൾ പഠിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I would like to study about each one of them. ഒന്നാമത്തേത് മൈൻഡിന്റെ നിർവചനം എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകൾ എന്നുള്ള വിഷയമാണ്. The first thing that completes a mind is our thoughts. നമുക്ക് ചില വേദഭാഗങ്ങൾ ദയവായി വായിക്കാം. നമുക്ക് ഫിലിപ്പിയ ലേഖനം 4-6 വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് വായിക്കാം. To read a few verses. First is Philippians. ചിന്തകളെ പറ്റി എന്താണ് മനസ്സ് പുതുക്കേണ്ടതെന്ന് അറിയാം. ഫിലിപ്പിയ ലേഖനം 4-6 വാക്യം. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മനസ്സ് പുതുക്കുക എന്ന് കർത്താവ് ഉദ്ദേശിക്കുന്നത് നമുക്ക് ചിന്തയ്ക്കകത്തൊരു ദൈവ സാന്നിധ്യം വെളിപ്പെടണം. The first thing that God desires is that we need to have His presence in our thoughts. ഇവിടെ പറയുന്നു, നിങ്ങൾ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടുന്നു, ചിന്തിക്കരുത്, ഒന്നിനെ പറ്റി ചിന്തിക്കരുത്, എല്ലാറ്റിനും പ്രാർത്ഥനയാലും സ്തോത്രത്തോടും ദൈവസന്നിധിയിൽ അർപ്പിക്കുകയത്രേ വേണ്ടത്. Here it says, do not be anxious about anything, but in every situation by prayer and petition with thanksgiving present your requests to God. ഒരു ദിവസം ദൈവദാസൻ ഇതിനെപ്പറ്റി പ്രസംഗിക്കുവാനിടയായിട്ടുണ്ട്. Earlier the day pastor has once ഒരു ദിവസം ഒരു മനുഷ്യനെ 70 ദൈവദാസൻ പറഞ്ഞ 70,000-ഓളം ചിന്തകളാണ് ഒരു മനുഷ്യൻ ഒരു ദിവസം ചിന്തിക്കുന്നു എന്നാണ് ദൈവദാസൻ പഠിപ്പിക്കാൻ ഇടയായിത്തീർന്നത്. taught us that one day a person thinks about 70,000 thoughts in his mind. നമ്മൾ അറിയുന്നുണ്ടോ? Do we 70,000-ഓളം ചിന്തയാ ഒരു നോർമൽ മനുഷ്യൻ ചിന്തിക്കുന്നേ. Hallelujah. 70,000-ഓളം ചിന്തകളാണ് ഒരു നോർമൽ മനുഷ്യൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. A normal person thinks about 70,000 thoughts in his mind. നമ്മൾ മനസ്സിലായോ നമ്മൾ എത്ര കാര്യമാണ് ചിന്തിക്കണമെന്ന്? Hallelujah. Do you understand how many things that we think about? അകത്ത് ദൈവ സാന്നിധ്യം വെളിപ്പെടണം. Hallelujah. We need to work. God's presence needs to work in these thoughts. അതെങ്ങനെ പറ്റും? How can that happen? ചിന്തയിലേക്ക് ദൈവ സാന്നിധ്യം ഇറങ്ങാൻ പറ്റുമോ? Can the God work in our thoughts? എന്ന് പോൽക്കാൻ സഭയോട് പറയുന്നു, നമ്മുടെ ചിന്തയ്ക്ക് ദൈവ സാന്നിധ്യം വെളിപ്പെടും. Hallelujah. Today I would like to say to the church that the God will work His miracles in our thoughts. എത്ര പേർക്ക് വിശ്വാസമുണ്ട് കർത്താവേ, എത്ര പേർക്ക് ആഗ്രഹമുണ്ട് കർത്താവേ, ഞാൻ ചിന്തിക്കുന്ന ചിന്തയ്ക്കകത്തു പോലും ദൈവ സാന്നിധ്യം വെളിപ്പെടണം. Hallelujah. How many of you desire that even in my thoughts that God's presence will be there? എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ പറയുന്ന ചിന്തിക്കേണ്ട ഭാരങ്ങൾ ഒത്തിരി നിന്റെ മുമ്പിൽ ഉണ്ടായിരിക്കാം. Hallelujah. And it says that there will be a lot of anxious things in your life. പക്ഷേ ഇവിടെ പറയും നിങ്ങൾ ഒന്നിനെ പറ്റി ചിന്തിക്കരുത്. But the word of the Lord says do not be anxious about anything. ചിന്തിക്കരുതെന്ന് ഒരുപാട് വേദഭാഗങ്ങൾ വചനത്തിനകത്തുണ്ട്. There's a lot of words that says that do not be anxious. 1 പത്രോസിന്റെ 5-ാം അധ്യായത്തിലേക്ക് വരാമോ? When we come to 1 Peter chapter 5, നമുക്ക് ആ വേദഭാഗത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു. when we come to that verse as well, it says over there, അതിന്റെ 7-ാമത്തെ വാക്യം വായിച്ചേ. verse 7. ഇപ്പോൾ പ്രാരംഭവാക്യത്തിൽ പറഞ്ഞു നിങ്ങൾ ഒന്നിനെ കുറിച്ച് വിചാരപ്പെടുന്ന ചിന്തപ്പെടുന്ന ഇവിടെ പറഞ്ഞിട്ട് പറയുന്നു അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ സകല ചിന്താകുലം അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. The first verse we read that do not be anxious, and here it says cast all your anxiety on him because he cares for you. Praise the Lord. അപ്പോൾ ഓർക്കണം
നമ്മെ ഭാരപ്പെടുത്തുന്ന അനേകം ചിന്തകളിലൂടെ കടത്തിവിടുവാൻ സാധ്യതയുണ്ട്. There will be a lot of situations where we are troubled. പിശാചിന്റെ പദ്ധതി എന്നാണെന്നറിയാമോ? Do you know what the purpose of devil is? ഒരിക്കൽ പിശാചിന്റെ പ്രവൃത്തികളെ പറ്റി പഠിച്ചപ്പോൾ When I studied about the works of devil, പിശാചിന്റെ ആയുധശാലയിലെ ഏറ്റവും വലിയ പണിപ്പുര ആയുധം എന്ന് പറയുന്നത് നിരാശയാണ്. hallelujah, the biggest weapon of devil is sadness. ജീവിതത്തിൽ എല്ലാ സമയത്തും നിരാശപ്പെടുത്തുക. Hallelujah, to make you sad or anxious in every situation. ഒന്നിലല്ലെങ്കിൽ മറ്റൊരു വിഷയത്തിൽ നിന്നെ നിരാശപ്പെടുത്തുക, ഇതാ പിശാചിന്റെ പദ്ധതി. Hallelujah, it is the purpose of the devil to make you sad or anxious about one or the other thing. പക്ഷേ ഇന്ന് പകൽക്കാലം ഒരു ദൂത് ദൈവത്തിന്റെ ആത്മാവ് ദൈവവചന പ്രകാരം പകരാൻ ആഗ്രഹിക്കുന്നു. The word of the Lord like to tell today is, പിശാച് വരുന്നത് മുടിക്കുവാനും അറുക്കുവാനും കൊല്ലുവാനുമാണെങ്കിൽ, hallelujah, if the devil comes to cut, kill and destroy you, കർത്താവ് യേശുക്രിസ്തു നമ്മുടെ മനസ്സിലേക്ക് വരുന്നതിന് കാരണം എന്നറിയാമോ? what is the reason that Jesus needs to come to you? നിങ്ങളുടെ ജീവിതത്തിൽ സമർത്ഥമായ ജീവൻ ഉണ്ടാകുവാനാണ് കർത്താവ് വരുന്നത്. Prosperity in your life. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ മനസ്സിനകത്ത് പിശാചിനെ മാറ്റിവെച്ച് ദൈവത്തിന്റെ മുഖം അന്വേഷിച്ച് കർത്താവിനെ മനസ്സിനകത്ത് വരുത്ത്, ചിന്തയ്ക്കകത്ത് വരുത്ത്, നിശ്ചയമായി സമർത്ഥമായ ജീവൻ നമ്മുടെ ജീവിതത്തിൽ വരും. Let us all seek the face of the Lord and bring his presence into our minds to live happily. Hallelujah. നമ്മുടെ ജീവിത സാഹചര്യം ആരംഭിക്കുന്നത് മുതൽ, രാവിലെ മുതൽ, hallelujah, from the morning, പിശാച് പല ചിന്തകൾ നിന്റെ മുമ്പിൽ കടത്തിവിടും. the devil will bring a lot of different thoughts. താങ്കളുടെ ഹൃദയത്തിനകത്ത് മുഴുവൻ ചിന്തിക്കുന്ന ഭാരപ്പെടുത്തുന്ന ചിന്തകളുമായിട്ടാ, ഒരു കൂട്ടം ചിന്തയുമായിട്ടാ പിശാച് കടന്നു വരുന്നത്. The devil comes with a lot of different anxious thoughts in the morning. പക്ഷേ ദൈവത്തോട് രാവിലെ എഴുന്നേറ്റ് പറഞ്ഞപ്പാ, ഇന്നൊരു ദിവസം മുഴുവൻ അങ്ങേക്ക് ഹിതമില്ലാത്ത, അങ്ങേ പ്രസാദിപ്പിക്കാത്ത ഒരു ചിന്തയിലൂടെ എന്നെ കടത്തിവിടരുതേ എന്ന് എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും? So pray in the presence of the Lord right in the morning that Lord help myself to live in your presence and keep my thoughts according to your will, O Lord. ഒരു വിഷയം മാറി എന്റെ ജീവിതത്തിൽ അത്ഭുതം കണ്ടു എന്ന് പറയുമ്പോൾ തന്നെ അടുത്ത് ചില ചിന്തിക്കേണ്ട ചില പിശാചിന്റെ പല പദ്ധതിയുമായി കുടുംബത്തോടുള്ള ബന്ധത്തിലും വ്യക്തിപരമായ ജീവിതത്തിലും തലമുറയുമായി ബന്ധത്തിലും ജീവിത സാഹചര്യങ്ങൾ നിന്നെ ഓരോ ദിവസവും നശിപ്പിക്കുന്ന, നിരാശയിലേക്ക് നയിക്കുന്ന ഒരുപാട് പദ്ധതിന്റെ മുമ്പിൽ പിശാച് കൊണ്ടുവരുവാനിടയായി തീരും. When the devil brings problems in your life one after another, പക്ഷേ ഇന്ന് പകൽക്കാലം പറയുന്നു, ആ ചിന്തയ്ക്കകത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങിയാൽ നിങ്ങളെ ചിന്തകളെ ഭരിക്കുന്ന സകല അന്ധകാര വ്യാപാര മണ്ഡലങ്ങളോടും ഇന്ന് പകൽക്കാലം മാറ്റം വരുവാനിടയായി തീരും. To answer back to that, let us all pray and desire to have a thoughts filled with the presence of the Lord. Hallelujah. കർത്താവിന്റെ വചനം വ്യക്തമായി പറയുന്നു, The word of the Lord clearly says here, നിങ്ങൾ ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുത്. do not be anxious about anything. നിങ്ങൾ ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുത്. Do not be anxious about anything. എന്തുകൊണ്ടാണ് വിചാരപ്പെടരുതെന്ന് പറയുന്നതിന് കാരണം എന്നറിയാമോ? Why does Lord says not to be anxious? നമുക്ക് അല്ലെങ്കിൽ വേദപുസ്തകം വായിക്കുമ്പോൾ, When we read, അല്ലെങ്കിൽ വേദപുസ്തകത്തിനകത്തുള്ള ഓരോ വേദഭാഗങ്ങൾ വായിക്കുമ്പോഴും അവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഭാഗമുണ്ട്. ലൂക്കോസ് സുവിശേഷം 12-ാം അധ്യായത്തിലേക്ക് വരാം. when we come to Luke chapter 12, ലൂക്കോസ് സുവിശേഷം 12-ാം അധ്യായം 17-ാം വാക്യം വായിച്ചേ. verse 17. ആ ആ ഇരുപത്തഞ്ചാം വാക്യം കൂടെ വായിച്ചേ. 25-ാമത്തെ വാക്യം കൂടെ. മതി. ഞാനിവിടെ രണ്ട് ഭാഗമാണ് വായിച്ചു പോകാനിടയായി തീർന്നത്. We read two different stories over here. ഒരു മനുഷ്യന്റെ ചിന്തയെ പറ്റി ഇവിടെ കാണാൻ സാധിക്കുന്നു. We hear about a thought of a person. ഞാൻ ഒത്തിരി സമ്പാദിച്ചു. I've stored a lot. ഞാൻ ഒത്തിരി നേടി. I've received a lot. അവിടെ ഒരു ദൈവമില്ലാത്ത ഒരു മനുഷ്യന്റെ ചിന്തയാണ് കാണാൻ സാധിക്കുന്നത്.
we can see a thought of a person with no God. ഞാൻ ഇതുകൊണ്ട് എല്ലാവിധത്തിലുള്ള സമ്പന്നനാണ്. Hallelujah. He's thinking that he's rich with ഞാൻ every kind of എല്ലാവിധത്തിലും blessings. സമ്പന്നനാണ് He's abundant in all his. എന്നൊരു ചിന്തയുള്ള ഒരു മനുഷ്യനെ പറ്റി കർത്താവ് ചോദിക്കുകയാണ്. Hallelujah. And God is asking that person, മൂഢാ, you fool, ഇന്ന് രാത്രി this very night നിന്റെ ആത്മാവിനെ ഞാൻ വിളിച്ചാൽ your life will be demanded നീ ഒരുക്കി വെച്ചത് ആർക്കാകും? from you. Then who will get what you have prepared Praise for the Lord. yourself? അതൊരു Hallelujah. സാമ്പത്തികമായി ഉന്നത നിലവാരത്തിലുള്ള മനുഷ്യന്റെ ദൈവമില്ലാത്തവന്റെ ചിന്തയാണ്. Hallelujah. That is the thought of a person who is rich in wealth. സാമ്പത്തികമില്ലാത്ത ഒരു ദാരിദ്ര്യത്തിലുള്ള വ്യക്തിയുടെ പ്രത്യേകത എന്തായിരിക്കും? Hallelujah. What is the difference with the thought of a person who is not wealthy? നാളെ ഞാൻ എന്തു ചെയ്യും? Hallelujah. He'll be thinking about what he needs to do രാത്രി കിടക്കാൻ tomorrow. വേണ്ടി പോകുമ്പോൾ When he goes to bed in the night. നാളത്തെ വിസയുടെ കാര്യം എന്താകും? Hallelujah. What will happen to my visa tomorrow? നാളത്തെ സിഒസിന്റെ കാര്യം എന്താകും? What will happen to my COS tomorrow? നാളത്തെ കടഭാരത്തിന്റെ വിഷയം എന്താകും? What will happen to my debt tomorrow? നമ്മുടെ കടഭാരത്തിൽ ആളുകൾ ചോദിക്കുമ്പോൾ ഞാൻ എന്ത് ഉത്തരം പറയും? Hallelujah. What will I give answers to my debtors? എന്റെ മകളുടെ അല്ലെങ്കിൽ മക്കളുടേതായ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള സാമ്പത്തികം എങ്ങനെ പുലർത്തും? Hallelujah. How will I find money for the education? നമ്മുടെ നാട്ടുകളിൽ അറിയാം, ഹല്ലേലൂയ, ഓരോ മാസവും അതികേറിയമായിട്ടുള്ള നല്ല നല്ല ഇന്റർനാഷണൽ കോളേജിൽ നല്ല നല്ല ഫീസാണ്. Hallelujah. We know in India it's really expensive in colleges. പക്ഷെ അതുകൊണ്ട് തന്നെ പലവിധമാകുന്ന വിഷയങ്ങൾ നാളത്തെക്കുറിച്ചുള്ള വളരെ ഭാരങ്ങൾ നിൽക്കുമ്പോൾ ഈ രണ്ട് ചിന്തകളും ഒരുപോലെ നിന്നുകൊണ്ട് പരിശുദ്ധൻ പറയുന്നു, നീ ഒന്നിനെ കുറിച്ച് വിചാരപ്പെടേണ്ട, സകലതും സ്തോത്രത്തോടെ കർത്താവിന്റെ കരങ്ങൾ സമർപ്പിക്കത്രേ വേണ്ടത്. The Holy Spirit here is saying, do not be anxious about anything, but in every situation with prayer and thanksgiving. നമുക്ക് എങ്ങനെ ആ ചിന്തയിൽ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയും? Hallelujah. How can we make the Lord pleasant? ഒരു വേദഭാഗം കൂടെ വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I would like to read one more word. സങ്കീർത്തന പുസ്തകം 37-ാം അധ്യായം 4-5 വേദഭാഗം വായിക്കാമോ? Psalms 37 verse 4 and 5. 37 verse 4 and 5. യഹോവയെ തന്നെ രസിച്ചുകൊള്ളുക, അവ മുഖാന്തരം അല്ലെങ്കിൽ അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. അടുത്ത വാക്യം, നിന്റെ വഴി യഹോവയിൽ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവൻ അത് നിർവഹിക്കും. ഇതാരാ പറഞ്ഞേ? ഹലോ, ഇതാരാ പറഞ്ഞേ? വാഴ്ത്തപ്പെട്ടവനായ നമ്മുടെ ദൈവമാണ് നമ്മോട് സംസാരിക്കുവാനിടയായി തീർന്നത്. Hallelujah. Psalms 37 verse 4, it says, take delight in the Lord and he will give you the desires of your heart. Commit your ways to the Lord, trust in him and he will do this. Who is saying this? The Lord is promising us these words. Hallelujah. യഹോവയെ തന്നെ രസിച്ചുകൊള്ളുക. Hallelujah. To take delight in the Lord. രസിക്കുക എന്ന് പറഞ്ഞ എന്തെന്നറിയാമോ? What does it mean to take delight? എന്താണ് രസിക്കുക? What does delight mean? നമുക്ക് പലതും രസിക്കുവാനുണ്ട്. There's a lot of things in our life to be delightful of. ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. I would like to think about നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യന്റെ ഒരു ഫോട്ടോ, a picture of somebody that we absolutely love. ഫോർ എക്സാമ്പിൾ നമ്മുടെ മാതാവിന്റെയോ പിതാവിന്റെയോ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ഫോട്ടോ അപ്രതീക്ഷിതമായി നമ്മുടെ ബുക്കിനകത്ത് കിട്ടിയെന്ന് വിചാരിക്കുക. Hallelujah. Think about, you find a picture of your loving person like your father or mother or someone that you love the most. ആ വ്യക്തിയുടെ ഫോട്ടോ നമുക്ക് രാത്രിയാണ് കിട്ടിയെന്ന് വിചാരിക്കുക. Imagine that we got the picture of this person's picture at night. അപ്പൊ ആ സമയത്ത് നമ്മുടെ മനസ്സിനകത്ത് ആ വ്യക്തി ഒരുപക്ഷെ ഇന്ന് ലോകത്തില്ല എന്നിട്ട് വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയെ പറ്റിയുള്ള ഒരുപാട് ഓർമ്മകൾ നമ്മൾ വെളിപ്പെടുവാനിടയായി. We will think about a lot of memories connected to that person's picture. എന്നിട്ട് ഓരോരോ കാര്യങ്ങൾ നമ്മുടെ മനസ്സിനകത്ത് മെമ്മറിക്കകത്ത് വന്നുകൊണ്ടേയിരിക്കും. There will be a lot of thoughts in our mind based on the memories that we shared with the person. അവരെന്നെ എത്രത്തോളം കരുതി എന്ന് ചിന്തിക്കുവാനിടയായി. Think about how they've cared for you. അവരെന്നെ വ്യത്യസ്തമായി മറ്റുള്ളവരെ എത്രത്തോളം പ്രൊട്ടക്ട് ചെയ്ത് നാം ചിന്തിക്കുവാനിടയായി. Think about how they've protected you from others. എന്നെ എത്രമാത്രം സ്നേഹിച്ചു എന്ന് ചിന്തിക്കുവാനിടയായി. How they've loved you. നമുക്കറിയാം, നമ്മുടെ മാതാപിതാക്കൾ പലരും ലോകം വിട്ടുപോയ പലരും മാതാപിതാക്കൾ ഉണ്ടല്ലോ. We do have people with parents. അവരെ പറ്റി നാം ചിന്തിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് കണ്ണുനീര് വരാറുണ്ട്. When we think about them, sometimes we cry. നമുക്ക് പലപ്പോഴും അല്ലെങ്കിൽ ആ ഒരു ഓർമ്മ വരുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനകത്ത് നമ്മൾ അതിനെ താലോലിക്കാറുണ്ട്. Hallelujah. We do think about it ourselves and cry and pray. എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അവർ എത്രത്തോളം അനുഗ്രഹമായിരുന്നു നാം ചിന്തിക്കാറുണ്ട്. We think about how they've been blessing to us. ഞാൻ ഇന്ന് അനുഭവിക്കുന്ന പല നന്മകൾക്ക് കാരണം അവരാണ് നാം ചിന്തിക്കാറുണ്ട്. We think about that everything that I'm receiving. അവർ ദൈവത്തിനു വേണ്ടി നിന്നതുകൊണ്ടാണ് എന്റെ കുടുംബം
കുടുംബങ്ങൾ, എന്റെ കുഞ്ഞുങ്ങൾ ഇത്രത്തോളം അനുഗ്രഹിക്കപ്പെട്ടു എന്ന് Think ചിന്തിക്കാറുണ്ട്. about them as it's because of them that I have been a blessing in my life. പലപ്പോഴും അവരുടെ പ്രാർത്ഥനകൾ നാം ചിന്തിച്ചു പോകുന്ന അനുഭവം We've ഉണ്ടായിരിക്കും. been thinking about their prayers, അവരുടെ സംരക്ഷണങ്ങൾ നാം of their അനുഭവിക്കുന്നുണ്ടായിരിക്കും. protection. അവരുടേതായ സ്നേഹപരമായിട്ട് പലപ്പോഴും നമ്മെ സംരക്ഷിച്ച വിധങ്ങൾ നമുക്ക് ഓർമ്മ വരും. We think about their love and protection. നമ്മെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ വരുമ്പോൾ തന്നെ അതിനെപ്പറ്റി നാം താലോലിച്ചു പോകാറുണ്ട്. We do think about all of this just because of a picture. ആ രാത്രി മുഴുവൻ കഴിയുന്നിടത്തോളം ഓർമ്മ നമ്മൾ ഉറങ്ങുന്നത് വരെ അവരെ പറ്റി ഓർമ്മിക്കാറുണ്ട്. Sometimes when we'll think about that person's memories even before we go. ജീവിതത്തിൽ ചില കഷ്ടതകൾ വരുമ്പോൾ കർത്താവേ എനിക്ക് ആ വ്യക്തി ഉണ്ടായിരുന്നെങ്കിൽ സംഭവിക്കത്തില്ലെന്ന് ചിന്തിച്ച നിമിഷങ്ങൾ There ഉണ്ടായിരിക്കും. have been times when we've thought that if that person was still in my life, I would not. കുടുംബത്തിനകത്ത് പലവിധമാകുന്ന വ്യത്യാസങ്ങൾ വരുമ്പോൾ നാം ചിന്തിച്ചു പറഞ്ഞു, കർത്താവേ എന്റെ ഇന്ന സ്നേഹിതനായ എന്നെ ഏറ്റവും സ്നേഹിച്ചിരുന്ന ഇന്ന വ്യക്തി ഉണ്ടായിരുന്നെങ്കിൽ എന്റെ ഈ കുടുംബത്തിൽ സംഭവിക്കത്തില്ലായിരുന്നു. Hallelujah. When troubles come to your family, you might think that if this person was here now, this will not be happening. പലപ്പോഴും നമ്മുടെ കഷ്ടത വരുമ്പോൾ നമ്മൾ പറയാറുണ്ട്, എന്റെ അമ്മയുടെ അല്ലെങ്കിൽ അപ്പന്റെ പ്രാർത്ഥനയായിരുന്നു എന്നെ ഇത്രത്തോളം നയിക്കുവാനിടയായി When you തീർന്നത്. go through some troubles, you think about how your parents have been praying for you, and it's because ഞാൻ of that പറഞ്ഞു വന്ന prayer. സാഹചര്യം എന്നാണെന്നറിയാമോ? Hallelujah. The situation why I'm talking ഒരു about this. വിഷയം, ഒരു ഇമേജ് നമ്മുടെ മനസ്സിൽ കടന്നു വന്നാൽ When a topic or when a picture comes, അവരെ പറ്റി ഒത്തിരി ചിന്തകളിലൂടെ നമ്മുടെ മനസ്സ് പോകുവാൻ our സാധ്യതയുണ്ട്. mind goes through a lot of memories of that person. ഞാൻ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ആ വ്യക്തിയെ നമ്മുടെ മനസ്സിൽ രസിച്ചുകൊണ്ടിരിക്കുകയാണ്. Hallelujah. The meaning of it is that we are remembering them in our mind. ചിലർക്ക് ചില വ്യക്തികൾ ഓർക്കുവാൻ പോലും മനസ്സില്ല. Hallelujah. For some people, certain people, they do not even want to remember. പക്ഷെ ചില വ്യക്തികൾ ഓർക്കുമ്പോൾ നമുക്ക് താലോലിക്കുവാൻ ആഗ്രഹം തോന്നും. But some other people we do want to remember. അന്ന് and രാത്രി savor. കിടക്കുന്നത് മുഴുവൻ അവരുടെ ഓർമ്മകളിലൂടെ ആയിരിക്കും. Hallelujah. We'll be thinking about them all throughout the night. ഞാൻ ഒരുപാട് വട്ടങ്ങൾ അതൊക്കെ അതൊരു ചിന്തിച്ച അനേക നിമിഷങ്ങൾ എന്റെ ജീവിതത്തിനകത്തുണ്ട്. There have been a lot of situations in my life. പലപ്പോഴും ദൈവദാസൻ ഇവിടെ വന്ന് സ്റ്റേജിൽ ദൈവവചനം പറയുമ്പോൾ പലപ്പോഴും തന്റെ പിതാവിനെ പറ്റി പറയുന്ന അനേക ഭാഗം നാം We do കേട്ടിട്ടുണ്ട്. know that the dear pastor talks about his father a lot. കർത്താവിന്റെ നാമത്തിന് വേണ്ടി അഹോരാത്രം അധ്വാനിച്ച അനേകം പേരുടേതായ കണ്ണുനീരൊപ്പ് അനേകം പേർക്ക് ഭക്ഷണം വിളമ്പി അന്നത്തെ ഒന്നുമില്ലായ്മ സമയത്ത് കർത്താവിന് വേണ്ടി നിന്ന് അവർ ദൈവസന്നിധി പ്രാർത്ഥിച്ചു, ദൈവസന്നിധി നിലനിന്നു. അതിന്റെ ഫലം ഇന്നും അവരുടെ ഓർമ്മകളിലൂടെ നീങ്ങി പോകുന്നുണ്ട്. Hallelujah. We do understand that the dear pastor moves through the memories of his father and how he lived for the Lord. ഞാൻ പറഞ്ഞു വന്നത്, ഒരു ഓർമ്മ, ഒരു ചിന്ത നമ്മുടെ ഓർമ്മയ്ക്കകത്ത് വന്നാൽ മണിക്കൂർ പോലും ഓർമ്മിക്കാതെ നാം ചിന്തിച്ചു പോകുന്ന അനുഭവങ്ങൾ കാണുവാൻ സാധിക്കുന്നു. We do think about just one memory or one recollection for hours. അതാ കർത്താവ് പറയുന്നേ, നീ യഹോവയെ രസിച്ചുകൊള്ളുക. And that's what the Lord says, to be delightful in the Lord. നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തിയുടെ ചിന്തകൾ അയവർക്കുവാൻ നാം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഓർമ്മിക്കുവാൻ നാം ആഗ്രഹിക്കുമ്പോൾ, When we desire to think about a person who we absolutely love, അവരെ പറ്റിയുള്ള നന്മ വശങ്ങളെല്ലാം നമ്മുടെ മനസ്സിലൂടെ ഓടുന്നുവെങ്കിൽ, when all the goodness of that person goes through our mind, കർത്താവിന്റെ വചനം പറയുന്നു, നീ യഹോവയെ തന്നെ രസിച്ചുകൊള്ളുക. the Lord says, take delight അവൻ in നിന്റെ the Lord. സകല ആഗ്രഹങ്ങളും നിനക്ക് നൽകുവാനിടയായി He will തീരും. give the desires of your heart. ഇന്ന് പകൽക്കാലം ഞാൻ പറയുന്നു, നമ്മുടെ മനസ്സിനകത്ത് ആവശ്യമില്ലാത്ത രസിക്കലുകൾ, ആവശ്യമില്ലാത്ത ചിന്തകളുടെ നാം കടന്നു പോകരുത്. Hallelujah. Today I would like to say that we should not be thinking about unnecessary thoughts in our mind. ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുന്നു, The word of the Lord clearly ഈ says. കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ വഴിതെറ്റിക്കുന്ന പല വീഡിയോസ് നമ്മുടെ മുമ്പിലുണ്ട്. Hallelujah. There's a lot of videos in this world. നമ്മുടേതായ ചുറ്റിലും ഒത്തിരി പ്രതിഭാസങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. There's a lot of things in the world. നമ്മൾ സ്തോത്രം, നമ്മൾ സ്കൂളിലേക്ക് പോകുമ്പോൾ, മറ്റു പല ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ, മറ്റു ഷോപ്പുകളിലേക്ക് പോകുമ്പോൾ പല പ്രതിഭാസങ്ങളും അവരെ രസിപ്പിക്കുവാൻ സാധ്യതയുണ്ട്. There's a lot of things in this world that kids are attracted to these days. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, ഒരാളെ കർണരസമാകുമാറുള്ള ഒരു വിഷയത്തിലേക്ക് നാം ലയിച്ചു പോകരുത്. The word of the Lord says that you should not take delight in anything
that will trap you. നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ ആ കുഞ്ഞിന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കണം, കർത്താവേ അങ്ങേക്ക് ഹിതമില്ലാത്തതൊന്നും ചിന്തിക്കുവാൻ എന്റെ അപ്പൻ അനുവദിക്കരുതേ. When we pray for the kids, we need to pray that they will not think about anything that is not your will. പല വിഷയങ്ങളും വികൃതമായ രീതിയിൽ, ദൈവത്തിന് ഹിതമില്ലാത്ത രീതിയിൽ ചിന്തിപ്പിക്കുവാൻ പല ശത്രുവിന്റെ പദ്ധതി പല മാധ്യമങ്ങളായി ഉപയോഗിക്കപ്പെടുമ്പോൾ, when the devil wants to use their minds in different ways, ഇന്ന് പകൽക്കാലം നാം പ്രാർത്ഥിക്കണം, കർത്താവേ അവർ ചിന്തിക്കുന്ന ചിന്തയ്ക്കകത്ത് പോലും ദൈവ സാന്നിധ്യം ഇറങ്ങണമേ. we need to pray that even in their thoughts that your presence needs to be filled. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ദൈവസന്നിധി വിശ്വസ്തനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാവും പിതാവാണെങ്കിൽ നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ, കർത്താവേ അവരുടെ മനസ്സിനകത്ത് ചിന്തിക്കുന്ന ചിന്തയ്ക്കകത്ത് ദൈവ സാന്നിധ്യം കൊണ്ട് നിറയണമേ. Hallelujah. How many of you desire that your kids will think about things that's filled with his glory and his grace? Hallelujah. Praise the Lord. Hallelujah. 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 ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നു, നമ്മൾ പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, പക്ഷേ നാം അറിയാതെ നമ്മുടെ ചിന്തയ്ക്കകത്ത് ശത്രുവിന്റെ പല പദ്ധതികളുടെ അതിനകത്തുള്ള പണിപ്പുര ആയുധത്തിനകത്ത് നാം അതിൽ ജയിക്കാതെ പോയാൽ നമ്മൾ അതിൽ പരാജയപ്പെട്ടു പോകാനിടയായി. We do think about a lot of things in this world, and if we are not able to win the devil through those thoughts and fill it with the presence of the Lord, then we live for vain. പലരും പ്രാർത്ഥനയിൽ അവർ വിജയിച്ചവരാണ്. A lot of us win with prayers. പലരും ദൈവവചനം പ്രസംഗിക്കുന്നവർ വിജയിച്ചവരാണ്. They win with preaching the Lord. പലരും ഹല്ലേലൂയ സ്തോത്രം ഞാനൊരു വിശ്വാസി എന്ന് പറയുവാൻ പലപ്പോഴും ജയിച്ചു എന്ന് വിചാരിക്കുന്ന മേഖലകളുണ്ട്. We win by saying that I am a believer. ഇന്ന് പകൽക്കാലം പരിശുദ്ധൻ വ്യക്തമായി പറയുന്നു, നിങ്ങൾ വിജയിച്ചു എന്ന് പറയണമെങ്കിൽ നിങ്ങളുടെ ചിന്തയ്ക്കകത്ത് ദൈവ സാന്നിധ്യമുണ്ടോ എന്ന് ചിന്തിക്കണം. And the Holy Spirit today is saying to say that you have won, you need to think if you've got the presence of the Lord. നിന്നെ നിരാശപ്പെടുത്തുന്ന അനേകം ചിന്തകളിലൂടെ കടന്നു പോകാം. There will be a lot of troubles and thoughts in your mind. പക്ഷേ അതിൽ നിന്ന് രക്ഷപ്പെടാൻ അനേക മാർഗം യഹോവയെ തന്നെ രസിച്ചുകൊള്ളുക. Hallelujah. To come out of those problems is to take delight in the Lord. ദൈവവചനം ലൂക്കോസ് വിശേഷം പറയുന്നു, അനേകം കാര്യങ്ങൾ ചിന്തി വെച്ചിട്ട് പറയുന്നു, ഒരു മുഴം നീ നീട്ടുവാനോ ഒരു മുഴം കുറയ്ക്കുവാനോ നിന്റെ ചിന്തയ്ക്ക് കഴിയത്തില്ല. Hallelujah. In Luke it says about that you should not be thinking, you should not take one step ahead or one step behind. Praise the Lord. Hallelujah. നാം ഇന്ന് പകൽക്കാലം ചിന്തിക്കണം, ഞാൻ കുറെ കാര്യങ്ങൾ ചിന്തിച്ചതിൽ പലതും നടക്കാൻ സാധ്യതയുണ്ട്, ഇല്ലാതെ ആയേക്കാം. Hallelujah. You need to think the things that you thought about might not be happening. പക്ഷേ ദൈവവചനം പറഞ്ഞു, യഹോവയെ തന്നെ രസിച്ചുകൊള്ളുക, അവൻ നിന്റെ ആഗ്രഹങ്ങളെ നിവർത്തിച്ചു തരും. But the word of the Lord says take delight in the Lord and he will give the desires of the heart. ചിന്തയ്ക്കകത്ത് ദൈവ സാന്നിധ്യം വെളിപ്പെടട്ടെ. Hallelujah. Let our thoughts be filled with the ഈ presence of the ദൈവവചനം Lord. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ദൈവവചനം കേൾക്കുന്ന ഓരോ വിശ്വാസികളും വിവിധമായ മാധ്യമങ്ങൾ കേൾക്കുന്ന ഓരോ വ്യക്തി പരിശുദ്ധം പറയുന്നു, നിന്റെ ചിന്തയ്ക്കകത്ത് ഒരു ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ. Hallelujah. Today I would like to say that let your thoughts be filled with the presence of the Lord. ദൈവാത്മാവ് നിങ്ങളുടെ ചിന്തയെ ശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നു. Hallelujah. The Lord desires to cleanse your thoughts. ഹല്ലേലൂയ. യോശുവയും ജനവും മുഴുവൻ തകർന്ന് ഈ തോൽവികൾ പിന്നെയും വന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് യോശുവയോട് പറഞ്ഞു, ജനങ്ങളെ വിശുദ്ധീകരിക്കുവിൻ. Hallelujah. When Joshua had lost a battle and when all his army was destroyed, the Lord said to him, purify or cleanse the people. പിന്നെയും ദൈവത്തിന്റെ ആത്മാവ് യോശുവയോട് പറഞ്ഞു, പിന്നെയും ശുദ്ധീകരിക്ക്. And the word of the Lord said to him to cleanse or purify the people again. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ദൈവസഭയോടൊപ്പം ദൈവാത്മാവ് പറയുന്നു, നിങ്ങളുടെ ചിന്തയ്ക്കകത്ത് ഒരു വിശുദ്ധീകരണം നടക്കട്ടെ. Let there be a cleansing or purification in your thoughts. പലപ്പോഴും ആഗ്രഹമുണ്ട് എന്റെ ദൈവത്തിന് വേണ്ടി എനിക്ക് ജീവിക്കണമെന്ന്. There have been thoughts that you need to live for the Lord. ഞാൻ പല കാര്യങ്ങൾ അതിനു വേണ്ടി I ചെയ്തുകൊണ്ടിരിക്കുന്നു. have thought that I need to live for the Lord and പക്ഷേ do എന്റെ things for ചിന്തയ്ക്കകത്ത് it. ദൈവഹിതമില്ലാത്ത ഏതെങ്കിലും ചിന്തകൾ കടന്നു വരുന്നുവെങ്കിൽ, If there are thoughts that in my life without the will of the എന്നെ Lord, തകർത്ത് കളയുമെന്നുള്ള ഭാരം നിന്റെ ചിന്തയ്ക്കകത്ത് ഭവിക്കുന്നുവെങ്കിൽ, hallelujah, if you think about things that will break you, നിന്നെ ഇവിടെ നിർത്തത്തില്ല എന്നുള്ള ചിന്ത നിന്നെ ഭരിക്കുന്നുവെങ്കിൽ, hallelujah, if you think about things that won't let you stay here, നീ ഇതിനകത്ത് രക്ഷപ്പെടത്തില്ലെന്നൊരു ചിന്ത നിന്നെ ഭരിക്കുന്നുവെങ്കിൽ, if you are ruled by a thought that you won't win in or
come out of the problem. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, യഹോവയെ തന്നെ രസിച്ചുകൊള്ളുക. The word of the Lord says, ആ ചിന്തയ്ക്കകത്ത് യഹോവയുടെ സാന്നിധ്യം ഇറങ്ങട്ടെ. hallelujah, let the presence of the Lord be filled. നിങ്ങളുടെ ആ ചിന്തയ്ക്കകത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ. The presence of the Lord be filled in that. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, കർത്താവേ എന്റെ ചിന്ത അത് ലൗകികമാകരുത്. Hallelujah, how many of you desire that your thoughts won't be worldly? ലോക ചിന്ത ലോകത്തോടുകൂടെ നയിക്കുമ്പോൾ ദൈവവുമായിട്ടുള്ള ചിന്ത ദൈവത്തോട് നയിക്കുവാനിടയായി. The worldly thoughts lead to worldly things, the holy thoughts lead to the Lord. Praise the Lord. Hallelujah. Hallelujah. ഞാൻ പറഞ്ഞു വന്ന ഭാഗം, ഒരു ചിന്ത കൊണ്ട് ഒരല്പം പോലും കൂട്ടുവാനോ കുറയ്ക്കാനോ പറ്റത്തില്ലെന്ന് ഓർമ്മിക്കണം. Hallelujah, we need to understand that because of one thought we can't take a step forward or take a step backward. ഞാനൊരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. Hallelujah. ഇന്നുള്ള ചില വിഷമങ്ങളിലൂടെ പോകുമ്പോഴാ അതിനെപ്പറ്റി ബാധകമായി നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. Hallelujah, when we go through certain problems, it is that problem that we think about more ചില and more. കടഭാരങ്ങൾ ജീവിതത്തിനകത്തുണ്ട്, എന്നു പോകും, എന്നു തീരും എന്നുള്ള ചിന്ത നമ്മളെ When ഭരിച്ചുകൊണ്ടിരിക്കും. you've got a debt in your life, we always think about that particular debt. ഒരു വിഷമമുണ്ടെങ്കിൽ നമ്മൾ പിന്നെയും വിഷമിച്ചുകൊണ്ടിരിക്കും. If we got a sadness in our life, we'll think more and more about that sadness. പെട്ടെന്ന് കൂടെയുള്ള ചില വ്യക്തികൾ നമുക്ക് എതിരാകുമ്പോൾ അതിനെപ്പറ്റിയുള്ള ചിന്തകൾ വന്നുകൊണ്ടിരിക്കും. When suddenly someone turns against you, you'll more and more think about that particular person. പക്ഷേ ഇതിനെയൊക്കെ മാറ്റുവാൻ കഴിവുള്ള ദൈവത്തെ നാം ആരാധിക്കുന്നു. Hallelujah, and we worship the Lord that can change every single thing. ഇന്ന് പകൽക്കാലം വലിയൊരു മെസ്സേജ് ഒന്നും അല്ല ഞാൻ ഇവിടെ Hallelujah, പറയാനിടയായിട്ടുള്ളത്. I don't desire to say a big message today. ഒരുപാട് കാര്യങ്ങൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. Hallelujah, I've written a lot of things. എന്നാൽ ഇന്ന് പകൽക്കാലം ഈ ഒരു വിഷയവുമായി ഇവിടെ നിർത്താൻ ഞാൻ Hallelujah, I'd ആഗ്രഹിക്കുകയാണ്. like to stop by saying this. ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയുന്നു, The word of the Lord says, നിങ്ങളുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുമെന്ന് പറയുമ്പോൾ Hallelujah, purify your words. ഒന്നാമതായി നാം ചിന്തിക്കേണ്ടത്, ഒന്നാമതായി രൂപാന്തരപ്പെടേണ്ടത്, The first thing that you need to transform നമ്മുടെ is ചിന്ത യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. your mind. നമ്മുടെ ജീവിതത്തിൽ നിരാശയടങ്ങുന്ന ചിന്തകൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. Hallelujah. In the name of Lord. നാളെ എന്തു സംഭവിക്കുമെന്നുള്ള ചിന്ത യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. Hallelujah. In the name of Jesus, let the thought that everything will change എന്റെ tomorrow. തലമുറയ്ക്കകത്ത് എന്തു സംഭവിക്കുമെന്നുള്ള ചിന്ത യേശുവിന്റെ നാമത്തിൽ In the മാറട്ടെ. name of Jesus, let the thought that rules you change. അവർ ഇങ്ങനെ പോയാൽ എങ്ങനെ അത് ദൈവത്തോട് ആ സമർപ്പണ വിഷയം എങ്ങനെ നടക്കുമെന്നുള്ള ചിന്ത യേശുവിന്റെ നാമത്തിൽ Hallelujah. മാറട്ടെ. In the name of Jesus, let those thoughts be removed. ഒരേ ഒരു പരിഹാരം, യഹോവയെ തന്നെ രസിച്ചുകൊള്ളുക, അവൻ നിന്റെ ആഗ്രഹങ്ങളെ There's സാധിപ്പിച്ചു only തരും. one solution for everything, that is to take ഇന്ന് delight പകൽക്കാലം in the കണ്ണുകൾ Lord. വേണം, നമുക്ക് ദൈവസന്നിധിയിൽ Let's പ്രാർത്ഥിക്കാം. close our eyes and pray. എല്ലാവരുടെ കണ്ണുകളും മൂടിയാട്ടെ. All of you, close your eyes. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക എന്ന് പറയുന്നത്, Hallelujah. When the Lord says transform and renew your നമ്മൾ mind, പലപ്പോഴും റിപ്പൻഡൻസ് അല്ലെങ്കിൽ മാനസാന്തരം എന്ന് പറയുന്ന ഒറ്റ വാക്കുകൊണ്ട് നാം we ഒതുക്കപ്പെടുകയാണ്. sometimes think it short by thinking about ഏതോ ഒരു കാലഘട്ടത്തിൽ മനസ്സിലുണ്ടായ രൂപാന്തരമല്ല ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മ പറയുന്നത്. Hallelujah. It's not, the Holy Spirit doesn't talk about something that we thought about a long time ago. നമുക്ക് റിപ്പൻഡൻസ് ആവശ്യമാണ്. We do require repentance. പക്ഷെ ഇന്ന് പകൽക്കാലം ആ റിപ്പൻഡൻസ് എന്ന യഥാർത്ഥ അർത്ഥം എന്ന് പറയുന്നത് Hallelujah. The actual meaning of repentance today മനസ്സ് പുതുക്കുക എന്നുള്ളതാണ്. is to renew your mind. ദിനംതോറും നാം മനസ്സ് പുതുക്കി ദൈവസന്നിധിയിൽ രൂപാന്തരപ്പെടുന്ന We ദൈവം need to ആഗ്രഹിക്കുന്നു. renew our minds every single day. ഇന്ന് പകൽക്കാലം കർത്താവ് ആഗ്രഹിക്കുന്ന ആരാധന അതാണ്. Hallelujah. That's what the Lord requires as a worship. മനസ്സിനെ പറ്റി ഒന്നാമതായി പഠിച്ച് നമ്മുടെ ചിന്തയ്ക്കകത്ത് ദൈവ സാന്നിധ്യം The ഇറങ്ങണം. first thing that we studied is about our thought. നമ്മുടെ ചിന്തയ്ക്കകത്തൊരു മാറ്റം ഉണ്ടാകണം. To have a change in our ഇത് thoughts. മാനുഷികമായി പറ്റത്തില്ല. It won't be happening. ചിലർക്ക് അങ്ങനെ ചിന്തിച്ചേ പറ്റത്തുള്ളൂ. Hallelujah. Some people have to think like എത്ര that. പ്രാർത്ഥിച്ചാലും ആ ചിന്തകളെ മാറ്റാൻ വേണ്ടി പറ്റുന്നില്ല. Hallelujah. How much ever you pray, your thoughts won't go away. പക്ഷെ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മ പറയുന്നു, Today the Holy Spirit would like to tell, ഒന്ന് പരിശുദ്ധാത്മാവിനെ ഒന്ന് ഹെൽപ്പിനായി വിളിക്കാമോ? Hallelujah, ask for my help. ഹൃദയംഗമായി ഒന്ന് പറയും, അപ്പാ എനിക്ക് കഴിയുന്നില്ല. Hallelujah. Think from the bottom of your heart, say, കർത്താവിന്റെ "Lord, I വചനം can't." പറയുന്നു, കർത്താവേ നീ ഒന്നിനെ ഹല്ലേലൂയ വ്യക്തമായി ദൈവവചനം പറയുന്നു, ഹല്ലേലൂയ നീ ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്. Hallelujah. The word of the Lord says, do not be anxious about anything. പക്ഷെ എങ്ങനെ കഴിയും? Hallelujah. How, Lord? How? ദൈവവചനം പറയുന്നു, യഹോവയെ തന്നെ രസിച്ചുകൊള്ളുക. Hallelujah. The word of the Lord says, take ആ delight in ദൈവത്തിന്റെ Him. സാന്നിധ്യത്തിനായി പരിശുദ്ധാത്മാവിന്റെ ആ ഒരു ഹെൽപ്പ് നമുക്ക് ചോദിക്കാമോ? Hallelujah. Let's ask for the help of the Holy Spirit. ഇവിടെ ഈ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ Hallelujah. When we're listening to these words, ഹൃദയത്തിനകത്ത് ചിന്തയ്ക്ക് ദൈവ സാന്നിധ്യം വെളിപ്പെടുവാൻ think of the
thoughts of the Lord. പരിശുദ്ധാത്മാവിന്റെ സഹായത്തിന് നമുക്ക് ചോദിക്കാം. Let's ask for the help of the Holy Spirit. കർത്താവേ, എനിക്ക് സ്വന്തമായി പറ്റത്തില്ല. Lord, I can't do this by myself. കാരണം ഞാൻ ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്. Because I live in this world. പക്ഷേ എനിക്ക് അങ്ങയുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വേണം. I need a communication. എനിക്ക് അങ്ങയുമായിട്ടൊരു ബന്ധം വരണം. I need a relationship. കർത്താവേ, ഇതിന് തടസ്സമായി എന്റെ ചിന്തയാണെങ്കിൽ അപ്പന്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. If my thoughts is what's keeping me from having a ഈ relationship. ചിന്തയ്ക്കകത്താ പലപ്പോഴും ശത്രു ചില പദ്ധതികൾ ഇടുന്നത്. Thoughts that the devil's work. പലപ്പോഴും പുറമേ നമുക്ക് പലരോടും ശത്രുതയില്ല, പക്ഷേ ഹൃദയംഗമായി പലവിധமான ശത്രുതകൾ കൊണ്ട് നടക്കുന്നു. Hallelujah. Outside we don't have any problem with anyone, but in your mind you carry grudge against people. പക്ഷേ ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുന്നു, ആ ചിന്തയ്ക്കകത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ. Hallelujah. The word of the Lord says that എത്ര വിശ്വസിക്കും കർത്താവേ, എന്റെയും എന്റെ കുടുംബത്തിലെ ഓരോ വ്യക്തി, എന്റെ കുഞ്ഞുങ്ങളുടെ മേലും. How many of you believe? ഹല്ലേലൂയ, ആ ദൈവ സാന്നിധ്യം ഇറങ്ങുവാനിടയായി തീരും. That the presence of the Lord will be filled with ഹല്ലേലൂയ. എല്ലാവരും അല്പനിമിഷം കണ്ണുകൾ അടച്ച് നമുക്ക് ആ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മൾ പലപ്പോഴും പല വിഷയങ്ങളിൽ പ്രാർത്ഥിക്കുന്നവരാണ്. We do pray about a lot of things. രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ ഒന്നാമത്തെ വിഷയം ഇതായിക്കൊള്ളട്ടെ. Hallelujah. Let this be the first topic that you pray when you wake up. ഇന്നു മുതൽ ഞാൻ ചിന്തിക്കുന്ന ഓരോ ചിന്തയ്ക്കും ദൈവ സാന്നിധ്യം ഇറങ്ങണമേ. Hallelujah. Let your presence be filled with every thought that I think about. ദൈവവചനം, കർത്താവിന്റെ വചനം താങ്കളോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. There are some questions the word of the Lord wants to ask you. എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? Is there anything that's impossible by me? ഞാൻ നിനക്ക് വേണ്ടി സ്റ്റെപ്പ് എടുത്തു വെച്ചാൽ ആർ അതിനെ തടുക്കുവാനിടയായി. Hallelujah. Who can stop me when I take a step forward for you? ഞാൻ നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നാൽ ആർക്ക് അതിനെ അടയ്ക്കുവാനിടയായി? Close the door that I have opened for you. ഇന്ന് പകൽക്കാലം വിശ്വസിക്കണം, ആ ചോദ്യങ്ങൾക്ക് മുമ്പിൽ നമുക്ക് ആൻസർ പറയാം, കർത്താവേ നീ മാത്രം മതി എനിക്ക്. Hallelujah. We need to believe and we need to answer back to those questions. കർത്താവേ, എന്റെ ജീവിതത്തിന്റെ സകല സാഹചര്യങ്ങൾ അങ്ങ് മാത്രം മതി. You're all I need, O Lord. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം എനിക്ക് മതി. You're all I need, O Lord. അങ്ങ് എനിക്ക് മാത്രം മതി കർത്താവേ. Lord, it's all your presence that I need. അങ്ങയുടെ സാന്നിധ്യം എനിക്ക് മതി കർത്താവേ. Your presence I need, O Lord. അങ്ങയുടെ കൃപ എനിക്ക് മതി കർത്താവേ. Your grace I need, O Lord. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് കർത്താവിന്റെ ചിന്തയ്ക്ക് ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ. കർത്താവേ, ദൈവവുമായുള്ള ബന്ധത്തിൽ ആഴമായ സ്നേഹം വർദ്ധിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം വെളിപ്പെട്ട കൃപയ്ക്കായി സ്തോത്രം. ദൈവത്തിന്റെ കൃപ വെളിപ്പെട്ട കൃപയ്ക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. തുടർന്നായ സമയങ്ങൾ പ്രാർത്ഥിച്ചു ദൈവദാസൻ ആശീർവാദം പറയുന്നതായിരിക്കും. സ്തോത്രം, 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 സ്തോത്രം.